കണ്ടിട്ടുണ്ടല്ലോ ഗൈസ്, കല്യാണങ്ങളും ബ്രൈഡ് ട്യൂബ് അങ്ങനെ പലതും കണ്ടിട്ടുണ്ടാവും. പക്ഷെ അരിക്കുത്തിനെ കണ്ടിട്ടില്ലല്ലോ. സംഭവം എന്താ വെച്ചാൽ അങ്ങോട്ട് മറന്നു. പിന്നെ ഗാലറി സ്ക്രോൾ ചെയ്യുമ്പോഴാണ് കണ്ടത്. ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോഴേക്കും ഗാലറിക്ക് സ്ക്രോൾ ചെയ്യുണ്ടാവും. അപ്പോഴേക്കും ഇങ്ങനത്തെ അൽക്കുലത്തെ വ്ളോഗ് കയ്യിൽ കിടക്കുന്നുണ്ടാവും കാണുക. അരിക്കുത്ത് നടത്തുന്നത് നമ്മുടെ സ്വന്തം മനയിലാണ്. നമ്മുടെ മെയിലാഞ്ചു മുഞ്ചുള്ള വീടില്ലേ, ആ സിനിമ ഷൂട്ട് ചെയ്ത വീടാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോണത്. അതുകൊണ്ട് ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബസ്സിൽ കുറച്ചേറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വന്നത് നേരെ ഉള്ളിൽ കയറി, അല്ലെങ്കിൽ പിന്നെ ഞാനല്ലാണ്ടാവുള്ളൂ. കാരണം പുറത്ത് അത്രയ്ക്ക് വിലയാണ്. പിന്നെ ഇതിനുള്ളിൽ കയറി നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ദൈജലിൽ കൂടെ നല്ല സൺലൈറ്റ് ഒക്കെ ഇരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു. ഇനിയിപ്പോ നമ്മൾ വീഡിയോസ് എടുത്തുന്നത് ശരിയാവില്ല. കാരണം കല്യാണ പെണ്ണ് വീഡിയോസ് എടുക്കാനുള്ളതാണ്. അവളുടെ മാത്രമല്ല നമ്മുടെയും കൂടി എടുക്കണ്ടേ. നമ്മളെല്ലാരും പിന്നെ കുറെ കടന്ന് ഉരുണ്ടൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കേണ്ടിരുന്നു, അതായത് തിന്നാനേ. പിന്നെ എന്റെ പ്രിയ സഹോദരിക്ക് ഒരു ആഗ്രഹം, വാഴന്റെ ഒപ്പം വീട് എടുക്കണം. അല്ലെങ്കിൽ വാഴകൾക്ക് അല്ലേ വാഴന്റെ ഒപ്പം വീട് എടുക്കാൻ തോന്നുള്ളൂ. ഇവിടെ മീനും ഞണ്ടൊക്കെ ഉണ്ട്. ഞണ്ട് കാണുന്നുണ്ട് ആ കുളത്തില് മീൻ. ഇവിടെ സ്പോട്ട് ആരും മിസ് ചെയ്ത് കിട്ടും ഇങ്ങോട്ട് വന്നിട്ട്. ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ മോൾക്ക് പോകണം. കഷ്ടപ്പെട്ട് നിട്ടിതൊന്നും കാണാണ്ട് പോകണം ശരിയല്ലല്ലോ. മോൾക്ക് വന്നപ്പോഴാണ് അടിക്കുള്ള സ്റ്റെയർ കണ്ട. ഇനിയിപ്പോ അത് ഇറങ്ങാണ്ടിരിക്കണ മോശമല്ലേ. ഈ സാരിക്ക് എടുത്തിറങ്ങി ഞങ്ങൾ സമ്മതിക്കണല്ലേ. ഇത്രയും വലിയ സ്റ്റെയർ സാരിക്ക് എടുത്തിറങ്ങി ഞങ്ങൾക്ക് ഒരു അവാർഡിന് തരണം. അങ്ങനെ പിന്നെ അവിടെ നിന്ന് വീഡിയോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടുന്ന് ബസ് ഇപ്പൊ കുറച്ച് അധികം നടക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബസ്സും കിട്ടി. ഇനിയിപ്പോ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പൊ എന്താ ഇത്രേ ഉള്ളൂ.